ഹായ് ഗൈസ് ആൻഡ് ടുഡേ വീട്ടിലിരുന്ന് എന്താ സംസാരിക്കുമ്പോഴാണ് എനിക്ക് ഇന്ത്യയുടെ ഓർമ്മ വന്നത്. നമ്മളെ വീടിൻ്റെ അടുത്ത് ഇത്രയും ട്രെൻഡിങ് ആയിട്ട് ഒരു കൂൾബാർ ഉള്ളപ്പോൾ എന്തേ നമ്മൾ ഇത്രയും കാലം പോകാൻ ഞാൻ. സോ നമ്മളുള്ളത് അത്തോളി ശ്രീലക്ഷ്മി കൂൾബാറിലാണ്. അവിടുത്തെ ചോക്കോ ബൂസ് ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആണെന്ന് പറഞ്ഞു. ഞങ്ങൾ കയറിയതും അവിടുത്തെ കറണ്ട് പോയി. എന്തൊരു ഐശ്വര്യം. അത് കഴിഞ്ഞ് 5 മിനിറ്റ് വെയിറ്റ് ചെയ്ത് നേരെ ഒരു ചോക്കോ ബൂസ് ഞങ്ങൾ ഓർഡർ ചെയ്ത് വീഡിയോ എടുത്തോട്ടെ ചോദിച്ചപ്പോൾ ചേട്ടൻ്റെ മുഖം അത്ര പ്രസരിപ്പില്ലാത്തതുകൊണ്ട് ബാക്കി ഞാൻ വീഡിയോ എടുത്തില്ല. പാഴ്സൽ വാങ്ങി നേരെ വീട്ടിലേക്ക് കയറി. ഇതുവരെ കാര്യങ്ങളൊക്കെ പക്ക ഓക്കെ ആയിരുന്നു. ബട്ട് ദിസ് വാസ് ദ മൊമെൻറ്റ് എനിക്ക് മനസ്സിലായത് പണിപ്പാളി. ബിക്കോസ് ജ്യൂസിൻ്റെ പകുതിയും ഞാൻ അത് കവറിലേക്ക് മറിച്ചിരിക്കുന്നു. റീസൺ നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഈ ക്യാപ്പ് തുറന്നിട്ടായിരുന്നു നമ്മുടെ കയ്യിൽ കിട്ടിയതെന്ന്. ഈ ക്യാപ്പ് തുറന്നിട്ടാണെങ്കിലും ഉള്ളിലെ ക്യാപ്പില്ലേ, മറ്റേ മെയിൻ ക്യാപ്പ്, അത് നല്ല ടൈറ്റ് ആയിരുന്നു. തുറക്കാൻ ഞങ്ങൾ 5 മിനിറ്റ് കഷ്ടപ്പെട്ടു. ബട്ട് അറ്റ് ലാസ്റ്റ് വി ഗോട്ട് ദിസ്. തുറന്ന് നോക്കിയപ്പോൾ നല്ല ചോക്കോസൊക്കെ ഉള്ള ചോക്കോ ബൂസ്റ്റ് തുറന്നു കഴിച്ചു. നല്ല തണുപ്പുണ്ടായിരുന്നു. ഇറ്റ് വാസ് എൻ ഓക്കെ ഐറ്റം. ബിക്കോസ് ഓക്കെ പറയാൻ ഐ ട്രൈഡ് ഇറ്റ് ഫ്രം വാരിയസ് പ്ലേസസ്. ലൈക്ക് ഞാൻ മെഡിക്കൽ കോളേജിൽ നിന്നൊക്കെ ട്രൈ ചെയ്തപ്പോൾ ഇതിൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ഐറ്റം ആയിരുന്നു. അത് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എനിക്കിതിനെ ഭയങ്കര ഹൈപ്പ് കൊടുക്കാനുള്ളത് മാത്രമായിട്ട് തോന്നിയില്ല. ഇസ് ഇറ്റ് ഓൺലി മീ ഓർ യു ഗൈസ് ആർ ഓൾസോ ലൈക്ക് ദിസ്? എന്താ പറയുക, ക്രിസ്പി ആയിരുന്നു, ടേസ്റ്റി ആയിരുന്നു. പക്ഷേ ബൂസ്റ്റിൻ്റെ ഒക്കെ എമൗണ്ട് ഭയങ്കര കുറവായിട്ടാണ് എനിക്ക് തോന്നിയത് ഞാൻ മുന്നേ കഴിച്ചത് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. സോ അണ്ടിൽ നെക്സ്റ്റ് വീഡിയോ, ഇറ്റ്സ് ബൈ ഫ്രം ഗായത്രി കൊല്ലത്ത്. ബൈ.